ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ നല്ല തിരക്കിലാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം ജോലികളുണ്ട്. എന്താ പറയുക, നമ്മളെ ചെടികളൊക്കെ വീട് പണിയായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിരുന്നു. അവരൊക്കെ കുറേ കേട് വരാൻ തുടങ്ങിയിട്ടുണ്ടോ. അതൊക്കെ ഒന്ന് ശരിയാക്കി. കുറച്ച് കാടുകൾ വെട്ടാണ്ടായിരുന്നു. ചെടികളുടെ ഉള്ളിലൂടെയൊക്കെ എന്താ പറയുക, പുല്ലും ഒക്കെ മുളച്ചിരുന്നു കേട്ടോ. അതൊക്കെ ശരിയാക്കി. അതൊക്കെ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ കുറേ ജോലികൾ പുറത്തുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ കയറിക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. ഒന്ന് കുറച്ച് അയില ഇട്ടിട്ടുണ്ട്. അയില കൊണ്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ഒരു കറിയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ നല്ല നാടൻ അയിലയെ കിട്ടിയിരിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉലുവ പൊട്ടിച്ചിരുന്നു. അതുപോലെ ഉലുവ പൊട്ടാൻ്റെ ആ സമയത്ത് തന്നെ നമ്മളതിലേക്കും വലിയ ജീരകം ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മണം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അധികം ചെറിയ ഉള്ളി എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് തക്കാളിയൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചീനമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഒഴിച്ചിട്ട് നന്നായി തിളക്കണ വരെ നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം നമ്മളതിലേക്ക് അയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഒരു ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ചപ്പാത്തിയോ അതുപോലെ പൊറോട്ടയിലേക്കൊക്കെ എടുക്കുക കേട്ടോ. അത്രയും ടേസ്റ്റോട് കൂടിയ അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടികളൊക്കെ ഒന്ന് ഉണരാൻ തുടങ്ങി കേട്ടോ. അവർ കുറച്ച് നേരമൊക്കെ കളിച്ച് എന്താ പറയുക പുറത്തൊക്കെ ഇങ്ങനെ നടത്തിയിട്ടാണ് നമ്മൾ പാത്രത്തിലിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു ബക്കറ്റാണ്, പെട്ടെന്ന് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൂടി വെക്കും കേട്ടോ. എന്താ പറയുക, ഹോളിലൊരു മൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൂടിയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തു കേട്ടോ. എന്താ പറയുക, നമ്മൾ കുപ്പിമ്മയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് അവർ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കുമ്പോഴേ വളർത്തുക, തള്ളയൊന്നും ഇല്ലാതെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ പാല് ഈ 2-3 മണിക്കൂർ ഇടവിട്ട് പാലൊക്കെ കുടിച്ച് സുന്ദര കുട്ടന്മാരായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവരെ കളിയൊക്കെ കണ്ട് നിൽക്കണം. നമ്മളെ ഉള്ളിലെ എന്താ പറയുക, ടെൻഷനൊക്കെ മാറാൻ പറ്റും കേട്ടോ. അങ്ങനെ ഓരോ ജീവികൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ. ഇപ്പോൾ നായ്ക്കുട്ടിയും പൂച്ചക്കുട്ടി, തത്ത ഇങ്ങനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ചില സമയത്ത് ടെൻഷൻ വരാറുണ്ടാവും കേട്ടോ. നമ്മളെ ഇവരെ കൊണ്ട് തന്നെ കുറച്ച് അസുഖമൊക്കെ വരുമ്പോൾ അതൊരു ടെൻഷൻ തന്നെയാണ്. പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു പോട്ടെ ഇവരെ കൊണ്ട്. അവരുടെ കളി കാണാൻ നല്ല രസമാണ്. നമ്മൾ കുറച്ച് നേരമൊക്കെ പുറത്ത് പോയി ഗാർഡനിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ലേ, അതേപോലെ തന്നെ കേട്ടോ ഇവരുടെ കളി കാണുമ്പോഴും. ഞാൻ കുറച്ച് എൻജോയ് ചെയ്തിട്ട് ഇവരെ കളി കണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാനസികമായി തകർന്നിരിക്കുന്നവരുണ്ടാവുമല്ലോ, ഒറ്റപ്പെടുക എന്നൊക്കെ പറയല്ലേ, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെ തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എൻജോയ്മെൻറ്റിൽ സമയം തന്നെ കേട്ടോ അതൊക്കെ. എന്തായാലും എന്തിനെങ്കിലുമൊക്കെ വളർത്തുന്നത് നല്ലതാണ്. അവരിങ്ങനെ പാലൊക്കെ കുടിച്ച ആ ഒരു വിശപ്പൊക്കെ മാറിയിട്ട് നന്നായി കളിക്കണമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ കേട്ടോ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ കോഴികളോ ഒക്കെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും അത് നമ്മളെ മനസ്സിനൊരു ഉല്ലാസം തരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ.
അങ്ങനെ നമ്മളൊരു 5:30 പാടത്തേക്ക് പോയിട്ടോ. പാടത്ത് ചെന്നപ്പോൾ നല്ല എന്താ പറയുക, പാടം ഇതിൻ്റെ ഓരോ ഭാഗം ഫുള്ളും നീലക്കുറിഞ്ഞ് പൂത്ത പോലെ ചെറിയ ചെറിയ പൂക്കളാണ് കേട്ടോ. പക്ഷെ നല്ലൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ചെറിയ പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ ആരുടെയും വീടിൻ്റെ അടുത്ത് ഇതുപോലെ പാടമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൂക്കളുണ്ടോയെന്നൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. നല്ല രസം. അതിൻ്റെ ഇടയിൽ ചെറിയ നമ്മൾ കാണാത്ത ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. എന്താ പറയുക, പല കളറിലെ ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ പൂക്കളാണെങ്കിലും നമുക്ക് നല്ല മണമുണ്ട് കേട്ടോ ചെറിയ പൂക്കൾക്കും. അതുപോലെ തന്നെ ചെറിയ തേനീച്ചകൾ, നമ്മൾ ചെറുതേനെന്നൊക്കെ പറയില്ലേ, അവരൊക്കെ അധികം ഇതിൻ്റെ ഉള്ളിലൂടെ വന്ന് തേൻ കുടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പാടത്ത് പോയ ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. നല്ലൊരു പാർക്കിലൊക്കെ ചെന്ന് അതേ ഫീലിംഗ് എനിക്ക് കിട്ടാറുണ്ട്. അതുപോലെ പക്ഷികളും മൈനകളും തുമ്പികളും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഇന്ന് കുറച്ചധികം തുമ്പികളുണ്ട് കേട്ടോ. വീഡിയോസിലൊന്നും അത് ശരിക്കും കാണില്ല കേട്ടോ. തുമ്പികളൊക്കെ ഇഷ്ടംപോലെ പറന്ന് നടക്കുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ഇതുപോലെ പാടത്തും പറമ്പിലൊക്കെ നടക്കണം. അതുപോലെ വൈകുന്നേരം ആകുമ്പോഴാണ് തുമ്പികളുടെയൊക്കെ നല്ല നല്ല രസകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഒന്ന് കുറച്ചധികം തുമ്പികൾ തന്നെ വന്നിട്ടുണ്ട്. അടുക്കളയിലും വീട്ടിലൊക്കെ ഒരുപാട് ജോലി ഉണ്ടാവുമല്ലോ. അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറേ കഴിയുമ്പോൾ ഒരു മനസ്സിലൊരു എന്തെന്നില്ലാത്തൊരു ടെൻഷനായിരിക്കില്ലേ. എത്രയും ജോലി എടുക്കുക, പിന്നെ കുറച്ച് നേരം മൊബൈൽ നോക്കി ഇരിക്കണവരും ഉണ്ടാവും കേട്ടോ. പക്ഷേ എങ്കിലും നമ്മളെ കണ്ണിൻ്റെ ഒരു കാഴ്ചശക്തി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരുന്ന് ദൂരെ കാഴ്ച കാണാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഈ പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നമ്മളെ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ വന്നിരിക്കുക, നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.